നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. വാണിജ്യ പ്രതിരോധ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഇന്ത്യ റഷ്യ ധാരണ ഒപ്പുവച്ചത്. തൊഴിൽ നൈപുണ്യ വികസനം ഉൾപ്പെടെ 8 കരാറുകളിൽ സാമ്പത്തിക സഹകരണം തുടരും. എണ്ണ ഇറക്കുമതി തടസ്സം കൂടാതെ നടക്കുമെന്നും ഭീകരവാദത്തിനെതിരെ ഒന്നിച്ച് പോരാടുമെന്നും വ്ളാഡിമിർ പുടിൻ. റഷ്യ യുക്രൈൻ സംഘർഷം തീർക്കാനുള്ള ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇൻഡിഗോ പ്രതിസന്ധി അവസരമാക്കി വിമാന കമ്പനികൾ. ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. വലഞ്ഞ യാത്രക്കാർ. അർദ്ധരാത്രി മുതൽ സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തുമെന്ന് വ്യോമയാന മന്ത്രാലയം. പൈലറ്റുമാരുടെ വിശ്രമ സമയങ്ങളിലെ നിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തി DGCA. നാളെ മുതൽ സർവീസുകൾ മെച്ചപ്പെടുത്തുമെന്ന് ഇൻഡിഗോ. സ്വദേശീവൽക്കരണം കൂടുതൽ കർശനമാക്കി UAE. 50 പേരിൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ നടപ്പാക്കേണ്ടത് 2% സ്വദേശീവൽക്കരണം. ജനുവരി 1 മുതൽ പരിശോധന. കൃത്രിമം കാണിച്ചാൽ വൻ പിഴ. കുവൈറ്റിൽ വ്യാജ US ഡോളർ കടത്ത്. ദശലക്ഷക്കണക്കിന് കള്ളനോട്ടുകൾ വിതരണം ചെയ്ത ക്രിമിനൽ സംഘം പിടിയിൽ. കോടിക്കണക്കിന് കള്ളനോട്ട് വിറ്റഴിച്ചത് 50% ഇളവിൽ. ചരക്ക് നീക്കത്തിന് ട്രെയിൻ പദ്ധതിയുമായി സൗദി. ഗതാഗത ലോജിസ്റ്റിക് മന്ത്രിയുടെ പ്രഖ്യാപനം 2026 പൊതു ബജറ്റ് സമ്മേളനത്തിൽ. പദ്ധതി പ്രാബല്യത്തിലായാൽ റോഡുകളിൽ നിന്നും നീക്കം ചെയ്യുക 15 ലക്ഷം ട്രക്കുകൾ. വാർത്തകൾ വിശദമായി നോക്കുകയാണെങ്കിൽ, വാണിജ്യ പ്രതിരോധ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഇന്ത്യ റഷ്യ ധാരണ. നൈപുണ്യ വികസനത്തിൽ ഉൾപ്പെടെ സഹായകരമാകുന്ന നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സാമ്പത്തിക സഹകരണ കരാർ ഇതേ രീതിയിൽ 2030 വരെ തുടരുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പറഞ്ഞു. എണ്ണ ഇറക്കുമതി തടസ്സം കൂടാതെ തുടർന്നും നടക്കുമെന്നും ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു നിന്ന് പോരാടുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകളും ബന്ധവും കൂടുതൽ ദൃഢമാക്കും. ഡോളറിന്റെ ഉപയോഗം കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിട്ടുണ്ട്. ഹൈദരാബാദ് ഹൗസിൽ നടന്ന 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരു നേതാക്കളും. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. अनेक चुनौतियों और संकटों से गुजरना पड़ा है और इन सब के बीच भी भारत रूस मित्रता एक ध्रुव तारे की तरफ बनी रही है. परस्पर सम्मान और गहरे विश्वास पर टिके ये संबंध समय की हर कसौटी पर हमेशा खरे उतरे हैं. I'd like to sincerely thank the President of the Republic of India, Draupadi Murmu, you personally, distinguished Prime Minister, and all our Indian colleagues for the warm and സൗദിയിൽ ചരക്ക് ഗതാഗതം പൂർണ്ണമായും റെയിൽവേ വഴിയാക്കിയാൽ 20 ലക്ഷം ട്രക്കുകളെ റോഡിൽ നിന്ന് ഒഴിവാക്കാനാകുമെന്ന് സൗദി ഗതാഗത ലോജിസ്റ്റിക് മന്ത്രി സ്വാലിഹ് അൽ ജാസിർ പറഞ്ഞു. 2026 പൊതു ബജറ്റ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ ഏകദേശം 6000 കിലോമീറ്റർ ദൈർഘ്യത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ആധുനിക റെയിൽവേ ശൃംഖല രാജ്യത്തുണ്ട്. ഈ ദൈർഘ്യം ഇരട്ടിയാക്കാനും സേവന നിലവാരം വർദ്ധിപ്പിക്കാനുമാണ് ദേശീയ പദ്ധതി ലക്ഷ്യമിടുന്നത്. റെയിൽ വഴിയുള്ള ചരക്ക് ഗതാഗതം ഈ വർഷം ഏകദേശം 3 കോടി ടണ്ണിലെത്തും. 15 മുതൽ 20 ലക്ഷം വരെ ട്രക്കുകളെ റോഡിൽ നിന്ന് ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് അധികൃതർ പറയുന്നു. UAE സ്വദേശീവൽക്കരണ പദ്ധതിയായ നാഫീസ് നടപ്പാക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾ കനത്ത പിഴയാണ് ഇനി അടയ്ക്കേണ്ടി വരിക. ജനുവരി 1 മുതൽ ഇതിനായുള്ള പരിശോധന കർശനമാക്കുമെന്ന് മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. 50 പേരിൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ 2% സ്വദേശീവൽക്കരണമാണ് ഡിസംബർ 31-നകം പൂർത്തിയാക്കേണ്ടത്. സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നാഫിസ് എന്ന സ്വദേശീവൽക്കരണ പദ്ധതി UAE ആരംഭിച്ചത്.
ഇതുപ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പ്രതിവർഷം നിശ്ചിത ശതമാനം സ്വദേശി നിയമനം എന്ന രീതിയിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിസംബർ 31-നകം നൽകിയിട്ടുള്ള ലക്ഷ്യം പൂർത്തീകരിക്കണമെന്നാണ് UAE മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 50 പേരിൽ കൂടുതൽ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികൾ 2% സ്വദേശികളെ നിയമിക്കണം എന്നാണ് ചട്ടം. ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രതിവർഷം 96,000 ദിർഹം പിഴയടക്കേണ്ടി വരും. പിഴത്തുക തവണകളായി അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ 20 മുതൽ 49 ജീവനക്കാർ വരെയുള്ള സ്ഥാപനങ്ങൾ കുറഞ്ഞത് ഒരു സ്വദേശിക്കാണ് തൊഴിൽ നൽകേണ്ടത്. IT, റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ 14 മേഖലകളിലെ 68 പ്രൊഫഷണൽ തസ്തികകളിലാണ് സ്വദേശീവൽക്കരണം നടപ്പാക്കുന്നത്. നാഫിസ് മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ സേവനങ്ങളിൽ മുൻഗണനയും ഫീസ് ഇളവും ലഭിക്കും. സർക്കാർ സേവന ഫീസിൽ 80% വരെ ഇളവാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് ലഭിക്കുക. വ്യാജ നിയമനങ്ങൾ നടത്തിയതായി കണ്ടെത്തിയാൽ 5 ലക്ഷം ദിർഹം വരെ പിഴയടക്കേണ്ടി വരും. ജനുവരി 1 മുതൽ പരിശോധനകൾ കർശനമാക്കുമെന്ന് UAE മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 2022-ലാണ് സ്വദേശീവൽക്കരണ പദ്ധതിയായ നാഫിസിന് UAE തുടക്കം കുറിച്ചത്. അമൃത ന്യൂസ്, ദുബായ്. ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്നും 2 ദിവസത്തിനുള്ളിൽ സർവീസുകൾ പൂർണ്ണ തോതിൽ സജ്ജമാക്കുമെന്നും വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. അതിനിടെ മറ്റ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയതും യാത്രക്കാരെ വലച്ചു. വിമാനയാത്രക്കാരെ ദുരിതത്തിലാക്കി ഇൻഡിഗോ ഇന്നും സർവീസുകൾ റദ്ദാക്കി. ഇന്ന് ഉച്ചവരെ 700-ലേറെ സർവീസുകളാണ് റദ്ദാക്കിയത്. ഇന്നലെ 550 സർവീസുകൾ റദ്ദാക്കിയിരുന്നു. ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കിയതോടെ മറ്റ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കൂട്ടിയതും യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി. നാളെയും മറ്റന്നാളുമായി വൻ വർധനവാണ് വിമാന കമ്പനികൾ വരുത്തിയത്. ശനിയാഴ്ച എയർ ഇന്ത്യയുടെ ഡൽഹി തിരുവനന്തപുരം ടിക്കറ്റ് നിരക്ക് 30,000 രൂപ മുതൽ 68,000 രൂപ വരെ എത്തി. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നിരക്ക് 20,000 മുതൽ 50,000 രൂപ വരെയായി. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള നിരക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന് 40,000 രൂപ കടന്നു. DGCAയുടെ പുതിയ ചട്ടങ്ങൾ നടപ്പിലാക്കിയതിനെ തുടർന്നുണ്ടായ പൈലറ്റുമാരുടെ ക്ഷാമമാണ് രാജ്യവ്യാപകമായി ഇൻഡിഗോ സർവീസുകൾ മുടങ്ങാൻ കാരണമായത്. പ്രതിസന്ധിയെ തുടർന്ന് പൈലറ്റുമാരുടെ ഡ്യൂട്ടി ചട്ടത്തിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ ഇളവ് വരുത്തി. പൈലറ്റുമാരുടെ അവധിയെ നിർബന്ധിത പ്രതിവാര വിശ്രമമായി കാണരുതെന്ന വ്യവസ്ഥ പിൻവലിച്ചു. ഇന്ന് അർദ്ധരാത്രി മുതൽ സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തുമെന്നും 2 ദിവസത്തിനുള്ളിൽ സർവീസുകൾ പൂർണ്ണതോതിൽ സജ്ജമാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്നും വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. വിമാന പ്രതിസന്ധി പാർലമെന്റിനെയും പ്രക്ഷുബ്ധമാക്കി. ഒരു വിമാന കമ്പനിക്ക് കുത്തകാവകാശം നൽകിയതിൽ ജനങ്ങൾ വലിയ വില നൽകുന്നുവെന്ന് രാഹുൽ ഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇൻഡിഗോ വിമാന സർവീസുകളിൽ ഉണ്ടായ പ്രതിസന്ധി ഗൾഫ് പ്രവാസികളെയും ബാധിച്ചു. UAE സെക്ടറിൽ നിന്നും 40 ഇൻഡിഗോ വിമാനങ്ങളാണ് ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിലേക്ക് പറക്കുന്നത്. ഇവയിൽ 4 വിമാനങ്ങൾ റദ്ദാക്കി. അബുദാബി, ദുബായ്, റാസുൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള ഇൻഡിഗോ വിമാന സർവീസുകൾ. ഫുജൈറയിൽ നിന്നും കണ്ണൂരിലേക്കും അബുദാബിയിൽ നിന്ന് കണ്ണൂർ, കൊച്ചി, വിശാഖപട്ടണം എന്നിവിടങ്ങളിലേക്കുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. അവസാന നിമിഷം ടിക്കറ്റ് മാറ്റിയെടുക്കേണ്ട സാഹചര്യത്തിൽ കൂടുതൽ പണം മുടക്കേണ്ട അവസ്ഥയിലായി പല പ്രവാസികളും. കുവൈറ്റിൽ വീണ്ടും കോടിക്കണക്കിന് വ്യാജ $US പിടിച്ചെടുത്തു. ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗത്തിലെ കള്ളനോട്ട് വിരുദ്ധ വിഭാഗമാണ് കോടിക്കണക്കിന് വ്യാജ $US പിടിച്ചെടുത്തത്. ദശലക്ഷക്കണക്കിന് $US ആണ് ഇവർ രാജ്യത്തേക്ക് കടത്തുകയും വിതരണം ചെയ്യുകയും ചെയ്തത്. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രതികൾ പ്രവർത്തിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. പോലീസിന് ലഭിച്ച കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചതെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. ഒരു അറബ് പൗരൻ 1 ലക്ഷം വ്യാജ $US കേവലം 16,000 കുവൈറ്റ് ദിനാറിന് വാഗ്ദാനം ചെയ്തിരുന്നു. ഏകദേശം 50% ഇളവിൽ കള്ളനോട്ട് വിൽക്കാനാണ് പ്രതികൾ ശ്രമിച്ചിരുന്നത്. ബഹ്റൈനിൽ നടന്ന ഗൾഫ് ഉച്ചകോടിയുടെ നേട്ടങ്ങളെ സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പ്രശംസിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം മനാമയിൽ നിന്ന് മടങ്ങവേ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ ആലു ഖലീഫ, ബഹ്റൈൻ കിരീടാവകാശി അമീർ സൽമാൻ ബിൻ അഹമ്മദ് ആലു ഖലീഫ എന്നിവർക്ക് അയച്ച സന്ദേശത്തിലാണ് പ്രശംസ. ഉച്ചകോടിയിൽ ബഹ്റൈൻ രാജാവും കിരീടാവകാശിയും നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള നടത്താൻ കൂട്ടുനിന്ന വൻ തോക്കുകളെ ഒരാളെയും വെറുതെ വിടരുതെന്ന് ഹൈക്കോടതി. എസ് ജയശ്രീ, ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് കോടതിയുടെ നിർണായക പരാമർശം. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇക്കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഹൈക്കോടതി.
അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED അന്വേഷണത്തെ എതിർത്ത് സംസ്ഥാന സർക്കാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ED സമർപ്പിച്ച അപേക്ഷയിലാണ് എതിർപ്പ് അറിയിച്ചത്. രേഖകൾ കൈമാറാനാകില്ല എന്ന് സർക്കാർ കോടതിയിൽ ഈ മാസം 10-ന് കോടതി കേസ് പരിഗണിക്കും. അതേസമയം തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബിജുവിന്റെ റിമാൻഡ് കാലാവധി കോടതി നീട്ടി. ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ FIR, മൊഴിപ്പകർപ്പ് അടക്കമുള്ള അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ട് ED അഭിഭാഷകർ അപേക്ഷ സമർപ്പിച്ചു. എന്നാൽ ശബരിമലയിലെ ED അന്വേഷണം വേണ്ട എന്നതാണ് സർക്കാർ നിലപാട്. രേഖകൾ കൈമാറുന്നതിനുള്ള എതിർപ്പ് കോടതി അറിയിച്ചു. രേഖാമൂലം എതിർപ്പ് അറിയിക്കാൻ സമയവും ആവശ്യപ്പെട്ടു. എന്നാൽ രഹസ്യ സ്വഭാവത്തോടെ മാത്രമേ കേസ് അന്വേഷിക്കൂ എന്നതാണ് ED കോടതിയിൽ വ്യക്തമാക്കിയത്. രേഖകൾ രഹസ്യമായി സൂക്ഷിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുള്ളതായും EDയുടെ കണ്ടെത്തലുണ്ട്. EDയുടെ അപേക്ഷ ഡിസംബർ 10-ന് കോടതി പരിഗണിക്കും. SIT വാദവും കേട്ട ശേഷമാകും രേഖകൾ നൽകുന്നതിൽ തീരുമാനമെടുക്കുക. നിലവിൽ പത്മകുമാറിൽ വരെയാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. ED കൂടെ അന്വേഷണം ആരംഭിച്ചാൽ ഉന്നതർ കുരുങ്ങുമോ എന്ന ആശങ്ക സംസ്ഥാന സർക്കാരിനുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാർ ED അന്വേഷണത്തെ എതിർത്തിരുന്നു. അതിനിടെ കേസിൽ പ്രതിയായ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി നീട്ടി. പത്മകുമാറിനെയും N വാസുവിനെയും തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കിയേക്കും. അമൃത ന്യൂസ്, കൊല്ലം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാറിനെ നിയമിച്ചത് ചോദ്യം ചെയ്ത് ഹർജി. K ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ B അശോകാണ് ഹർജി നൽകിയത്. സർക്കാർ പദവിയിലിരിക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമാണെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. തന്നെ നിയമിച്ചത് സർക്കാരാണെന്നും അവരാണ് മറുപടി പറയേണ്ടത് എന്നും K ജയകുമാർ പറഞ്ഞു. സർക്കാർ പദവിയിലിരിക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. IMG ഡയറക്ടറായിരിക്കെയാണ് K ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സർക്കാർ നിയമിച്ചത്. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പദവി വഹിക്കുന്നയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നതിന് അയോഗ്യതയുണ്ടെന്ന് കാർഷികോൽപാദന കമ്മീഷണർ B അശോക് നൽകിയ ഹർജിയിൽ പറയുന്നു. തന്നെ നിയമിച്ചത് സർക്കാരാണെന്നും അവരാണ് മറുപടി പറയേണ്ടതെന്നും K ജയകുമാറും പറഞ്ഞു. IMG ഡയറക്ടർ പദവിയിൽ തുടരുന്നത് പകരക്കാരൻ വരുന്നതുവരെ മാത്രമാണെന്നും ജയകുമാർ വ്യക്തമാക്കി. ഒരു സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഇരിക്കുന്നു. അവിടെ IMGയിൽ ഞാൻ തുടരുന്നുള്ള ശരിയാണ്. രണ്ടിടത്തുനിന്ന് ശമ്പളം വാങ്ങുന്നില്ല, എന്തായാലും ഒരിടത്തുനിന്നേ വാങ്ങുന്നുള്ളൂ. ദേവസ്വം ബോർഡിൽ ഞാനൊന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ അവിടെ എനിക്ക് പകരമായ ഒരാളെ ഈ ഉടനെ തന്നെ ഗവൺമെന്റ് പോസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ എനിക്ക് തന്ന ധാരണ. അതുവരെ തൽക്കാലത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സർക്കാരാണ് അതിന് മറുപടി പറയേണ്ടത്. സർക്കാർ അത് ഉചിതമായ രീതിയിൽ പറയും. അതേസമയം അശോകിന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജിയിൽ ജയകുമാറിനും ദേവസ്വം സെക്രട്ടറിക്കും കോടതി നോട്ടീസ് അയച്ചു. ജനുവരി 15-ന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. K ജയകുമാറിന്റെ നിയമനം പൊതു സ്വീകാര്യതയുള്ള കാര്യമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകാലങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം. ആ നിലക്ക് സർവീസിൻ്റെ ഭാഗമാണ് എന്ന് പറയാനാവില്ല. പിന്നെ ജയകുമാറിനെ പോലൊരാളെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കി എന്ന് പറയുമ്പോൾ അതിന് നല്ല പൊതു സ്വീകാര്യതയാണ് ഉണ്ടായത്. ക്ഷേത്ര പണം ദൈവത്തിൻ്റെതെന്ന് സുപ്രീം കോടതി. ക്ഷേത്രത്തിന്റെ പണം സഹകരണ ബാങ്കുകളെ സമ്പന്നമാക്കാനുള്ളതല്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. തിരുനെല്ലി ദേവസ്വത്തിന്റെ സ്ഥിര നിക്ഷേപം തിരിച്ചു നൽകാൻ സാവകാശം തേടിയുള്ള ഹർജിയിലാണ് പരാമർശം. തിരുനെല്ലി, മാനന്തവാടി സഹകരണ ബാങ്കുകളുടെ ഹർജി തള്ളി. തിരുനെല്ലി ദേവസ്വത്തിന്റെ സ്ഥിര നിക്ഷേപം തിരികെ നൽകാൻ സാവകാശം തേടിയാണ് തിരുനെല്ലി, മാനന്തവാടി സഹകരണ ബാങ്കുകൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിന്റെ സുപ്രധാന നിരീക്ഷണങ്ങൾ. ക്ഷേത്രത്തിന്റെ പണം ദൈവത്തിന്റേതാണ്, അതിനാൽ തന്നെ പണം ക്ഷേത്രകാര്യങ്ങൾക്കായി മാത്രം വിനിയോഗിക്കാനുള്ളതാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ക്ഷേത്രപണം സഹകരണ ബാങ്കിന്റെ നിലനിൽപ്പിനുള്ളതല്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. ക്ഷേത്രത്തിന്റെ താൽപര്യമനുസരിച്ചാണ് ഈ തുക ഉപയോഗിക്കേണ്ടതെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. സൂര്യനെല്ലി ദേവസ്വത്തിന്റെ സ്ഥിര നിക്ഷേപം തിരിച്ചു നൽകാൻ സാവകാശം തേടിയായിരുന്നു ബാങ്കുകളുടെ അപ്പീൽ. നിക്ഷേപത്തുകയായ 17 കോടി രൂപ 2 മാസത്തിനകം തിരിച്ചു നൽകണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. 9 കോടി രൂപ തിരികെ നൽകിയെന്നും ബാക്കി തിരിച്ചു നൽകാൻ 1 വർഷം സാവകാശം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സഹകരണ ബാങ്കുകൾ ഹർജി നൽകിയത്. ദീർഘമായ വാദങ്ങളിലേക്ക് കടക്കാതെ തന്നെ സഹകരണ ബാങ്കുകളുടെ ഹർജി സുപ്രീം കോടതി തള്ളുകയായിരുന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്
ജസ്റ്റിസ് ജോയ്മല്യ ബാങ്ചി എന്നിവരുടെ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ദേവന്റെ സ്വത്തായ ക്ഷേത്രപണം സുരക്ഷിതമാക്കണമെന്നും അത് നല്ല പലിശയും സ്ഥിരതയും സുരക്ഷയും ഉറപ്പു നൽകുന്ന ദേശീയ ബാങ്കുകളിലേക്ക് മാറ്റുന്നതിൽ എന്തായിരുന്നു കുഴപ്പമെന്നും കോടതി വാക്കാലെ ചോദിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വൈകൃതമാണ് രാഹുൽ മാങ്കൂട്ടത്തിലേതെന്ന് മുഖ്യമന്ത്രി. അത്തരമൊരു പൊതുപ്രവർത്തകനെ ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ മാറ്റി നിർത്തുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. എത്ര ബീഭത്സമായ കാര്യങ്ങളാണ്. നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ? മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനങ്ങളിൽ സമവായത്തിലെത്താൻ ഗവർണർക്കും സർക്കാരിനും സുപ്രീം കോടതി നിർദ്ദേശം. വേഗത്തിൽ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ കോടതി ഇടപെടൽ ഉണ്ടാകുമെന്ന് JB പർദേവാല അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ഹർജികൾ വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. അതിനിടെ ഗവർണർ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മറുപടിയുമായി ലോക് ഭവൻ എത്തി. സുപ്രീം കോടതി ഉത്തരവിലെ അജ്ഞതയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് കാരണമെന്ന് ലോക് ഭവൻ അറിയിച്ചു. അതേസമയം സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ പ്രതികരണവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. സംസ്ഥാന സർക്കാരിന്റെയും ഗവർണറുടെയും നോമിനികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലിസ്റ്റ് തയ്യാറാക്കിയത്. ഒരു സെറ്റിൽമെന്റ് ഫോർമുലയായിരുന്നു. സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം സംസ്ഥാന സർക്കാർ അംഗീകരിക്കുമെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് അധികം അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ സാധിക്കില്ല. ജസ്റ്റിസ് ധൂലിയയുടെ നേതൃത്വത്തിലുള്ള സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ചത് സുപ്രീം കോടതിയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെയും ചാൻസലറായി പ്രവർത്തിക്കുന്ന ഗവർണറുടെയും നോമിനികളെ സംയോജിപ്പിച്ചുകൊണ്ട് വളരെ ബാലൻസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു സെർച്ച് കമ്മിറ്റി ആയിരുന്നു. അതിന്റെ നേതൃത്വം ജസ്റ്റിസ് ധൂലിയയ്ക്കായിരുന്നു. Sharanamritam powered by Dhanalakshmi Bank. Banking on relationships forever. ബാബറി മസ്ജിദ് ദിനത്തിന്റെ ഭാഗമായി ശബരിമലയിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ. ഇന്നും നാളെയും രാത്രി 11 മണിക്ക് നടയടച്ച ശേഷം ഭക്തർക്ക് 18ാം പടി കയറാനാവില്ല. ശബരിമലയിൽ എത്തുന്ന ഓരോരുത്തർക്കും കൃത്യമായ തിരിച്ചറിയൽ രേഖ വേണമെന്നും ശബരിമല സ്പെഷ്യൽ ഓഫീസർ ശ്രീകുമാർ പറഞ്ഞു. ബാബരി മസ്ജിദ് തകർന്നതിന്റെ വാർഷികത്തിൽ ശബരിമലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുകയാണ്. ഇതിനു മുന്നോടിയായി പോലീസും കേന്ദ്രസേനയും ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ സംയുക്തമായി ശബരിമലയിൽ റൂട്ട് മാർച്ച് നടത്തി. കേരള പോലീസ്, CRPF, NDRF, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് തുടങ്ങി കൊണ്ടുള്ള സുരക്ഷയാണ് 2 ദിവസം ശബരിമലയിൽ ഉണ്ടാവുക. പമ്പയിലും നിലയ്ക്കലിലും എല്ലാം ഇത്തരത്തിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാകും. ശബരിമലയിലെത്തുന്ന എല്ലാവരും അവരവരുടെ തിരിച്ചറിയൽ രേഖകൾ സൂക്ഷിക്കണമെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ 11 മണിക്ക് നടയടച്ചാലും 18ാം പടി ചവിട്ടാൻ രാത്രിയിൽ അനുവദിക്കാറുണ്ട്. എന്നാൽ ഇന്നും നാളെയും 11 മണിക്ക് ശേഷം 18ാം പടി ചവിട്ടാനാവില്ല. പുലർച്ചെ 3 മണിയോടുകൂടെ മാത്രമേ സന്നിധാനത്തേക്ക് പ്രവേശനമുണ്ടാവുകയുള്ളൂ. നമ്മൾ ഇന്നും നാളെയും 5ഉം 6ഉം ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ബന്ധോ സ്കീം ഡിപ്ലോയ്മെൻറ്റ് തന്നെ കൂട്ടിയിട്ടുണ്ട്. അത് കൂടാതെ ഇന്നും നാളെയും പ്രത്യേകമായിട്ടുള്ള അലർട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ഉദ്യോഗസ്ഥർക്കും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നമ്മൾ ആൻറ്റിവേർഡ് ഇൻസിഡൻസോ എന്തെങ്കിലും ഒരു അബാൻഡൻ സാധനങ്ങൾ കണ്ടാൽ പ്രോപ്പറായിട്ട് അത് പോലീസിനെയോ മറ്റു അധികാരികളെയൊക്കെ അറിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഇവിടെ സ്കാനേഴ്സ് ഉണ്ട്. കൂടാതെ മെറ്റൽ ഡിറ്റക്ടേഴ്സ് ഉണ്ട്. അത് ഡോർ ഫ്രെയിംഡ് ഉണ്ട്, ഹാൻഡ് ഹെൽഡ് ഉണ്ട്. അത് കംപ്ലീറ്റ് നമ്മൾ പ്രവർത്തനക്ഷമമാക്കുകയാണ്. ജീവനക്കാരും ഉദ്യോഗസ്ഥരും താമസിക്കുന്ന ഇടങ്ങളും സന്നിധാനത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ട്രാക്ടറും ഉൾപ്പെടെ പരിശോധിക്കും. കൃത്യമായി വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് ഇവയെല്ലാം ചെയ്യണമെന്നും സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു. MM രാഗേഷ്, അമൃത ന്യൂസ്, സന്നിധാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാർ വിലയിരുത്തൽ ആകില്ല എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം 1ാം റൗണ്ടിൽ തന്നെ പരാജയം സമ്മതിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സ്വർണ്ണക്കൊള്ളയിലെ ഹൈക്കോടതി പരാമർശങ്ങൾ മുഖ്യമന്ത്രി പരിശോധിക്കുവാൻ തയ്യാറായില്ല. പത്മകുമാറും വാസുവും കൂടുതൽ ഉന്നതരെ പറ്റി പറയുമോ എന്ന ഭയമാണ് CPM-ന്. പോലീസ് പ്രതികൾക്ക് സല്യൂട്ട് അടിക്കുകയാണ്. ഹൈക്കോടതി നിയോഗിച്ച SIT സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തികരമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് തൃപ്തി പ്രകടിപ്പിച്ചുവല്ലോ എന്ന ചോദ്യത്തിന് എന്നാൽ താൻ പൂർണ്ണ തൃപ്തനല്ല എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ മറുപടി.
ോടുള്ള അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ ചോദ്യത്തിന് അദ്ദേഹം ശബരിമല വിഷയത്തിൽ കോടതിയുടെ മുമ്പിലുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്താണ് ചോദ്യം? എന്തായിരുന്നു വാർത്താ മാധ്യമങ്ങളുടെ ചോദ്യം? ശബരിമലയിൽ കോടികളുടെ സ്വർണം കട്ട് മോഷണക്കേസിൽ പ്രതിയായിട്ട് നിൽക്കുന്ന, വിശ്വാസവഞ്ചനയിൽ ഗൂഢാലോചനയിൽ പ്രതിയായിട്ട് നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻ MLA പത്മകുമാർ, പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അൻവറിനെ UDF-ലേക്ക് കൂട്ടുന്നതിൽ മുസ്ലിം ലീഗിന് പ്രയാസമില്ലെന്നും സീറ്റ് നൽകുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ല എന്നും എന്നാൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ സഹകരണം ഉണ്ട് എന്നും തങ്ങൾ പറഞ്ഞു. കോൺഗ്രസ് ശത്രുക്കളെന്ന നിലപാട് വെൽഫെയർ പാർട്ടിക്ക് ഇപ്പോൾ ഇല്ല. UDF വെൽഫെയർ പാർട്ടി ബന്ധത്തെ സമസ്തയിലെ ചിലർ മാത്രമേ എതിർക്കുന്നുള്ളൂ എന്നും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ലീഗിനെ അൻവറിനെ കൂടെ കൊണ്ടുവരുന്ന യാതൊരു പ്രയാസമില്ല. അൻവറിനെ UDF-ന്റെ ചേർക്കണം എന്ന് തന്നെയാണ് ചെയ്യുക. ചെങ്കോട്ടയിൽ ബോംബ് പൊട്ടിച്ച അതേ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ഇവരെയാണ് മതേതരവാദികളെന്ന് അവകാശപ്പെടുന്ന മുന്നണികൾ ഒപ്പം നിർത്തുന്നത്. സാദിഖ് അലി തങ്ങളുടെ നിലപാട് ഭയപ്പെടുന്നതാണെന്നും സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ബോംബ് പൊട്ടിയതേ ഉള്ളൂ. അതേ ബോംബ് തന്നെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അല്ലാതെ ചെങ്കോട്ടയിൽ വെച്ചത് വേറെ ജമാഅത്തെ ഇസ്ലാമിയും കോഴിക്കോട് മത്സരിക്കുന്നത് വേറെ ജമാഅത്തെ ഇസ്ലാമിയും ഇല്ല. ഈ രണ്ടും ഒന്ന് തന്നെയാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ആശങ്കപ്പെടുത്തുന്നത് ഞങ്ങളെ പാണക്കാട് തങ്ങൾ ഇത് പ്രഖ്യാപിച്ചതിലാണ്. എമിറാത്തി കർഷകരെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഫാർമേഴ്സ് മാർക്കറ്റിന് ഡിസംബർ 6-ന് തുടക്കമാകും. ദുബായ് അൽ ഖവാനിജിലെ ഖുറാനിക് പാർക്കിലാണ് കർഷക ചന്ത ഒരുക്കുന്നത്. ഫാർമേഴ്സ് മാർക്കറ്റിന്റെ 5ാമത് പതിപ്പാണ് ഇത്തവണത്തേത്. ഡിസംബർ 8 വരെ നീണ്ടു നിൽക്കുന്ന കർഷക ചന്തയിൽ 41 എമിറാത്തി കർഷകർ പങ്കെടുക്കുമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങൾ, ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ എന്നിവയും സുസ്ഥിര കൃഷിരീതി, ആരോഗ്യകരമായ ജീവിതശൈലി, പുനരുപയോഗം എന്നിവ സംബന്ധിച്ച വർക്ക്ഷോപ്പുകളും മേളയിൽ ഉണ്ടാകും. കുവൈറ്റിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച ടാക്സി ഡ്രൈവറെ ഹവല്ലി സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തു. വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ 74 പാക്കറ്റ് മെത്താഫെറ്റാനുമായാണ് സാൽമിയ പ്രദേശത്ത് സംശയകരമായ സാഹചര്യത്തിലാണ് ടാക്സി കണ്ടെത്തിയത്. പതിവ് പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘമാണ് ഡ്രൈവറെ പിടികൂടിയത്. തുടർന്ന് ചോദ്യം ചെയ്യുകയും വാഹനം പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് വാഹനത്തിനുള്ളിലെ ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ മെത്താഫെറ്റാമിൻ പാക്കറ്റുകൾ കണ്ടെത്തിയത്. കുവൈറ്റിലെ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ 11ാമത് ഫാർമസി മെഹബുള്ളയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസത്തേക്ക് എല്ലാ ബില്ലിങ്ങിലും 20% ഡിസ്കൗണ്ട് ലഭ്യമാണ്. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് തങ്ങളുടെ ഫാർമസി കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി എല്ലാ മരുന്നുകൾക്കും ഹോം ഡെലിവറി സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഡോർ സ്റ്റെപ്പ് ഡെലിവറി എളുപ്പമാക്കുന്നതിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കുക മാത്രമല്ല, ഓൺലൈൻ ഓർഡറുകളിൽ പ്രത്യേക ക്യാഷ് ബാക്ക് ഓഫറുകളും നേടാൻ കഴിയും. ഇതോടെ ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം സമൂഹത്തിലെ കൂടുതൽ പേർക്ക് ലഭിക്കുമെന്ന് മെട്രോ മാനേജ്മെന്റ് അറിയിച്ചു. 10 നാൾ നീണ്ടു നിൽക്കുന്ന റെഡ് സീ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന്റെ 5ാമത് എഡിഷന് തുടക്കമായി. ബോളിവുഡ് താരം ഐശ്വര്യ റായ് ഉദ്ഘാടനം ചെയ്തു. സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയം ശക്തമാക്കാൻ റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ സഹായിക്കുന്നുവെന്ന് ഐശ്വര്യ റായ് പറഞ്ഞു. നടിയായിരിക്കുമ്പോഴും അഭിഷേകിന്റെ ഭാര്യയായിരിക്കുമ്പോഴും ആരാധ്യയുടെ അമ്മയായിരിക്കുമ്പോഴും അടിസ്ഥാനപരമായി താനൊരു ഹ്യൂമനിസ്റ്റ് ആണെന്ന് ഐശ്വര്യ പറഞ്ഞു. 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 110 സിനിമകളാണ് ഈ മാസം 13 വരെ നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കുക. UAE-യിലെ പ്രമുഖ ധനവിനിമയ സേവന സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ചിന്റെ പ്രൊമോഷണൽ ക്യാമ്പയിൻ സെന്റ് ആൻഡ് വിൻ 2025 സമാപിച്ചു. ലുലു എക്സ്ചേഞ്ച് അൽ വഹ്ദ ബ്രാഞ്ചിൽ നടന്ന മെഗാ നറുക്കെടുപ്പോടെയാണ് ക്യാമ്പയിന് സമാപനമായത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 25 മുതൽ നവംബർ 22 വരെ നീണ്ടുനിന്ന ക്യാമ്പയിന് രാജ്യത്തുടനീളം വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതെന്ന് ലുലു എക്സ്ചേഞ്ച് അറിയിച്ചു. ക്യാമ്പയിന്റെ ഏറ്റവും വലിയ സമ്മാനമായ ഡോഗ് ഫെഗ് മേജ് SUV-ക്കായുള്ള ഗ്രാൻഡ് മെഗാ നറുക്കെടുപ്പാണ് സമാപനത്തോടനുബന്ധിച്ച് നടന്നത്.
സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ മഹത്തായ ആശയം ഒരു ലോകം ഒരു ഹൃദയം. ലോകം നന്മ ലക്ഷ്യമിട്ടുള്ള ഈ കാഴ്ചപ്പാടിലൂടെ പുതുതലമുറയെ വളർത്തിയെടുക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അമൃത വിശ്വവിദ്യാപീഠം. 15 ലക്ഷത്തോളം രൂപ സമ്മാനമായി നൽകുന്ന മത്സരങ്ങളിലൂടെയാണ് അമൃത വിശ്വവിദ്യാപീഠം ഒരു ലോകം ഒരു ഹൃദയം എന്ന ആശയത്തെ വിദ്യാർത്ഥികളിലൂടെ വളർത്തിയെടുക്കുന്നത്. ബാഹ്യപരിസ്ഥിതി സംരക്ഷിക്കാൻ നമ്മൾ ബോധവാന്മാരാണ്. ദുഷ്ചിന്തയും ദുഷ്പ്രവൃത്തിയും എത്ര കണ്ട് മനുഷ്യനെയും അന്തരീക്ഷത്തെയും മലിനീകരിക്കും നമ്മൾ മറക്കുന്നു. ഈ വിഷം മറ്റേത് വിഷത്തേക്കാളും മാറമാണ് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യം നിറവേറ്റപ്പെടുന്ന കാലം ഉഷ്കൃഷ്ടമായ സംസ്കാരത്തെ പെടുവാൻ അവന് സാധ്യമല്ല. സാധാരണ ഏതെങ്കിലും പട്ടിണി കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ഏതെങ്കിലും രാജ്യത്തിൽ ജനലക്ഷങ്ങൾ മരിക്കാനിടയായാൽ ലോകരാഷ്ട്രത്തിന് അതിനൊരു അപമാനമാണ്. അതുകൊണ്ട് ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരംഗം കുറയ്ക്കുകയാണ് മറ്റൊരു സുപ്രധാന കാര്യം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ സംസാരിച്ചതിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ചിത്രരചന, ഉപന്യാസം, ക്വിസ് തുടങ്ങിയ മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് അമൃത വിശ്വവിദ്യാപീഠം മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു ലോകം ഒരു ഹൃദയം എന്ന ആശയത്തിലൂടെ പെയിന്റിംഗ്, ഉപന്യാസ രചന, ക്വിസ് മത്സരങ്ങൾ എന്നിവ നടക്കും. കേരളത്തിലുടനീളം 400ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 4000തോളം വിദ്യാർത്ഥികളാണ് ഈ മത്സരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തൊട്ടാകെ 23 കേന്ദ്രങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി മത്സരം നടക്കും. അമ്മയുടെ മഹത്തായ ആശയങ്ങൾ വിദ്യാർത്ഥികളിലൂടെ നട്ടുവളർത്തി ലോക നന്മയ്ക്കായി വഴിയൊരുക്കുകയാണ് ഇത്തരം മത്സരങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അമൃത വിശ്വവിദ്യാപീഠം ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ ആൻഡ് അക്കാഡമിക് ഔട്ട്റീച്ച് ഡയറക്ടർ സ്വാമി മഹേശ്വര ചൈതന്യ പറഞ്ഞു. 25 കൊല്ലം മുമ്പ് അമ്മ ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ വെച്ച് മലയാളത്തിൽ സംസാരിച്ച ആശയങ്ങൾ, അതായത് അമ്മ എന്തിനാണോ അന്ന് ഊന്നൽ നൽകിയത്, അങ്ങനത്തെ ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് തികച്ചും മൂല്യച്യുതിയും പ്രകൃതിക്കെതിരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്ലാസ്റ്റിക് ഉപയോഗം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ 25 കൊല്ലത്തിന് മുമ്പ് അമ്മ അത് പറഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണ്? അത് ഈ പറയുന്ന ജെൻസി കാറ്റഗറി, അതായത് ഭാവിയിലെ പൗരന്മാർ, അവരിലേക്ക് എങ്ങനെ നമുക്ക് എത്തിക്കാൻ പറ്റും? അപ്പോൾ ഇത് മത്സരം എന്നുള്ളത് തീർച്ചയായിട്ടും അതിൽ വിദ്യാർത്ഥികൾക്ക് പങ്കെടുത്തിട്ട് അവരുടെ കാഴ്ചപ്പാട്, അവരുടെ അഭിപ്രായങ്ങൾ, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതാനും വരയ്ക്കാനുമുള്ള ഒരു വേദിയാണിത്. ഒരേ സമയം വിവിധ സെന്ററുകളിലായി നടക്കുന്ന ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ജാനുവരി 12-ന് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ഫൈനൽ റൗണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഇതിൽ വിജയികളാകുന്നവർക്ക് 15 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങളാണ് ലഭിക്കുക. വിദ്യാർത്ഥികൾക്കായുള്ള മത്സരങ്ങൾക്ക് പുറമെ പ്രദർശനങ്ങൾ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി അമൃത വിശ്വവിദ്യാപീഠം സംഘടിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാം ഏകദിനം നാളെ വിശാഖപട്ടണത്ത് നടക്കും. മത്സരം ഉച്ചയ്ക്ക് 1:30-ക്കാണ് ആരംഭിക്കുന്നത്. 3 മത്സര പരമ്പരയിൽ ഓരോ ജയം വീതം നേടിയ ഇരു ടീമുകളും നാളെ കളത്തിലിറങ്ങുന്നത് പരമ്പര നേട്ടമെന്ന ലക്ഷ്യത്തോടെയാണ്. റായ്പൂരിൽ ഇന്ത്യ ഉയർത്തിയ 359 റൺസ് ചേസ് ചെയ്ത് ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ദക്ഷിണാഫ്രിക്ക. ഇരു ടീമുകൾക്കും ബൗളിംഗിലാണ് മെച്ചപ്പെടുത്താനുള്ളത്. ആദ്യ മത്സരം ഇന്ത്യ വിജയിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.